ഹായ് നമസ്കാരം. അപ്പോൾ ഹരിദ്വാർ യാത്രയുടെ അവസാന ദിവസമാണ് ഇന്ന്. അപ്പോൾ നമ്മൾ ഹരിദ്വാർ സീരീസ് കുറേ നാളായി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ചില ആൾക്കാർ കമൻറ്റ് ഇട്ടു, ചില ആൾക്കാർ പേഴ്സണലി പറഞ്ഞു, ചില ആൾക്കാർ നമ്മുടെ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹരിദ്വാർ സീരീസ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഹരിദ്വാർ സീരീസിൽ അവസാന ദിവസമാണ് ഇന്ന്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ച് ഇറങ്ങിയാണ്. നമുക്ക് നോക്കാം. നമ്മൾ മുന്നേ ചെയ്ത വീഡിയോയിൽ മാർക്കറ്റിൻ്റെ ചെറിയ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഫുള്ളി അങ്ങനെ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഏരിയയിലുള്ള മാർക്കറ്റ് എന്ന് പറയുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലെ കുങ്കുമം, ചന്ദനം, അങ്ങനെയുള്ള സാധനങ്ങൾ ഒരുപാടുണ്ട്. നമ്മളെ പൂജ ഐറ്റംസ് ഒരുപാടുണ്ട്. പിന്നെ ഞാൻ മുന്നേ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള പോലത്തെ ബ്രോൺസിൻ്റെ ഐറ്റംസ്, ബ്രാസ് ഐറ്റംസ് ഒരുപാടുണ്ട്. പിന്നെ ഈ മാർക്കറ്റിലായാലും ഓരോ സ്ഥലത്തും അമ്പലങ്ങളുണ്ട്. അതായത് മൊത്തത്തിൽ ഹരിദ്വാർ അല്ലെങ്കിൽ ഋഷികേശ് എന്ന് പറയുന്നത് ഒരു ഫുള്ളി ദൈവത്തോട്ട് മൊത്തത്തിൽ എന്താ പറയുക ഡെഡിക്കേറ്റ് ചെയ്തൊരു സ്ഥലമാണ്. ഇപ്പോൾ ഗംഗയിൽ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതായത് എന്താണ്, ഹരിദ്വാറിലല്ല ഗംഗയിലാണ് ഹരിദ്വാർ എന്ന് പറയുന്ന പോലെ ഗംഗയുടെ തീരത്ത് ഒരു നഗരം അല്ലെങ്കിൽ എന്താ ഗംഗയോട് ചേർന്നിട്ടൊരു ഉണ്ടായി വരികയായിരുന്നു. ഗ്രാജ്വലി അതൊന്ന് വളർന്നു വരികയായിരുന്നു. ഇവിടെ നമ്മൾ മുക്കിലും മൂലയിലും നോക്കിയാലും അമ്പലങ്ങൾ, ചെറിയ അമ്പലങ്ങൾ, എന്തായാലും ഒരു വൃത്തി അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ മാത്രമല്ല ഇവിടെ നോൺ വെജ് ഫുള്ളി ബാൻഡ് പോലെയാണ്. കാരണം നമ്മൾ ഹോട്ടലിൽ പോയാൽ തന്നെ അവർ നമുക്ക് നോൺ വെജ് ഈ ഏരിയയിൽ എവിടെയും കിട്ടില്ല. ഫുള്ള് വെജ്ജേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പ്യൂരിറ്റി അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നമുക്ക് സ്വയം തോന്നും. പിന്നെ ഈ കടകളിൽ നമ്മളെ ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള പോലെ തന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രോൺസ് ഐറ്റംസ്, ബ്രാസ് ഐറ്റംസിൻ്റെ ഷോപ്സ് ഒരുപാടുണ്ട്. അത് ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട്. പിന്നെ റേറ്റ് നമ്മൾ കുറച്ചൊന്ന് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് കുറച്ച് കിട്ടും. എന്താ റേറ്റ് ഇല്ലാതിരിക്കില്ല, കാരണം റേറ്റ് കുറച്ച് കിട്ടുമെങ്കിലും സാധനങ്ങൾ നല്ല അടിപൊളി സാധനങ്ങളുണ്ട് ഇവിടെ. കൂടുതൽ ഇങ്ങനത്തെ നല്ല ദൈവത്തിൻ്റെ മൂർത്തികളൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പാണ് ഇവിടെ. എന്തായാലും ഈ ഒരു കല്ല് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. अच्छा मनी मैग्नेट, 150% रियल है। മണി മാഗ്നറ്റ് സ്റ്റോണാ പോലെ ഇത് 8 रुपए ग्राम है. നല്ല ബ്രാസ് ഐറ്റംസ് ആണ്, അടിപൊളി. ചന്ദനങ്ങളെല്ലാം വിൽക്കുന്നുണ്ട്. ചന്ദനം, സാലഗ്രാമം, ഇതെല്ലാം ഉണ്ട് ഇവിടെ. പിന്നെ നേരത്തെ കണ്ട കടയിൽ ഒരു മണി മാഗ്നറ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ മണി മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ പൈസ വരുന്നൊക്കെ പറഞ്ഞു. ഞാൻ വെച്ചത് ഇവിടുന്നാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ആഫ്രിക്കയിൽ നിന്നൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ തമാശക്ക് ചോദിച്ചത് ആഫ്രിക്കയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഈ ആഫ്രിക്കയിൽ എന്താണ് ഇത്ര ദാരിദ്ര്യം, അല്ലെങ്കിൽ ആഫ്രിക്ക ഒരു ദരിദ്ര രാഷ്ട്രമാണെന്നൊക്കെ പറയണ കേൾക്കണ്ടല്ലോ. അപ്പോൾ അതിനവർക്ക് ഉത്തരവില്ല. പിന്നെ നമ്മളവിടെ തിരിച്ചു വന്നു. കസൂരി മേത്തി, പുദീന ടീ. अच्छा नीचे गिरा बता रहे हो? ये तो फुल है. हाँ. അപ്പോൾ നമ്മളുടെ അതായത് ഹരിദ്വാറിലേക്ക്, ഞാൻ പറയുന്നത് ഉത്തരാഖണ്ഡിലേക്ക് ടാറ്റ പറഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നതിടെയാണ് ഡൽഹിയില്. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. അപ്പൊ നമ്മള് ഉത്തരാഖണ്ഡില് യാത്ര ചെയ്തിട്ട് നമ്മളെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ എടുത്തിട്ട് പോവാൻ. നമ്മളെ എന്റെ ബാലൻസ് അറിയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ റൂമാണ്. പക്ഷെ എനിക്ക് കൊണ്ടേ വരില്ല. അത് ഒരു ഗസ്റ്റ് ഹൗസ് പോലെ തന്നെ. ആ റൂമില് അടുത്ത വീഡിയോസ് എല്ലാം വരും. ഏടെല്ലാം പോകുന്ന മുംബൈ ആടി വീഡിയോ, ഒരു വിരാട് കോഹ്ലി കാണുന്ന
ആര് മുംബൈ വിരാട് കോഹ്ലിനെ കാണാൻ പോകുന്നു? അപ്പോൾ പിന്നെ എല്ലാവർക്കും നമ്മുടെ ഹരിദ്വാറിലെ റൂമിൽ നിന്ന് സാൻവിക ബൈ ബൈ. അപ്പോൾ നമ്മള് ഈ ഉത്തരാഖണ്ഡ് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മൾ ഡൽഹിയിൽ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ സാൻവികാസ് ബൈ ബൈ. അങ്ങനെ നമ്മൾ തിരിച്ച് ഡൽഹിയിലേക്ക് പോകാൻ പോവാണ്. ഹരിദ്വാർ യാത്രകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. ലഗേജെല്ലാം പുറത്തെടുത്ത ശരി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. ഹരിദ്വാറിലെ തെരുവുകളോട് യാത്ര പറയാം. നല്ല അടിപൊളി യാത്ര, ഭയങ്കര ഒരു പീസ്ഫുൾ അന്തരീക്ഷമാണ്. ഈ തെരുവിലെ ഒച്ചപ്പാടെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല പീസ്ഫുൾ ആണ് ഇവിടെ. എല്ലാവരും നല്ല ആൾക്കാരാണ്. ഇതുവരെ ആരും ഒരു മോശമില്ലാത്ത ആൾക്കാരെല്ലാവരും കണ്ട. ഇപ്പോൾ ചായക്കടക്കാരെല്ലാവരും നല്ല പെരുമാറ്റം, നല്ല ആൾക്കാർ. അങ്ങനെ നമ്മൾ ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മളെ നാട്ടിൽ കേരളത്തിൽ ഇപ്പം ഞാൻ കണ്ട റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഒരുവിധം എല്ലാം നല്ല നീറ്റും ക്ലീനാണ്. സത്യം പറഞ്ഞാൽ നമ്മളെ സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൽ അടിപൊളിയാണ്. അതുപോലെ ഇപ്പോൾ നമ്മൾ ഹരിദ്വാർ വന്നപ്പോൾ ഈ സ്റ്റേഷൻ കണ്ടോ, നല്ല ക്ലീനാണ്. അവരിത് ക്ലീൻ ചെയ്ത് അവർ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് ഉത്തരാഖണ്ഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്റ്റേറ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ UP, ബീഹാറോ അല്ലെങ്കിൽ ഡൽഹിയോ ഒന്നും നമ്മൾ പറയണില്ല, അല്ലാത്ത സ്ഥലങ്ങളൊക്കെ നല്ല നീറ്റാട്ടോ. ഇപ്പോൾ ഹരിദ്വാർ അടിപൊളി നീറ്റാണ്, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് സ്റ്റേഷൻ. അത് ഞാൻ ഈ സ്റ്റേഷൻ എടുത്ത് കാണിക്കുന്ന വീഡിയോയിൽ അവർ നല്ല നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറിയിട്ട് ഡൽഹിയിലേക്ക് പോവാണ്. വീണ്ടും സന്ധിക്കും വരയ്ക്കും വണക്കം.